ഹലോ. അപ്പൊ ഞാൻ ഹൈവേയിൽ വണ്ടി നിർത്തി വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരുപാട് കോൾസും മെസ്സേജസും വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അതേപോലെ കോൾസ് ആയിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കാരണം എസ്പെഷ്യലി വാട്സാപ്പിലൊക്കെ കോൾസ് ഒക്കെ പരമാവധി എടുത്ത് ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ജെയ്ക്ക് എനിക്ക് ഇത്ര പെർസെന്റേജ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര റാങ്ക് ഉണ്ട്, എനിക്ക് കിട്ടാനുള്ള ചാൻസസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ആൻസർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഓരോരുത്തർക്കുള്ള റാങ്കും പെർസെന്റേജും വെച്ച് നോക്കി പറയുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം പെർസെന്റേജ് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോ ദാറ്റ് പക്ഷെ നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. എന്നെ വിളിക്കേണ്ട ആൾക്കാർക്ക് എന്നെ വിളിക്കാൻ സംസാരിക്കാൻ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എല്ലാവരിലൂടെ എത്തിപ്പെടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗം ഞാൻ പറയാണ്. അപ്പൊ ഒന്ന്, നിങ്ങളുടെ പെർസെന്റേജ് അനുസരിച്ചല്ല ഒരിക്കലും നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുമോ കിട്ടില്ല എന്ന് പറയാൻ സാധിക്കുക. കാരണം ഈ വർഷം കഴിഞ്ഞ വർഷം 11.5 ലക്ഷം ആൾക്കാരാണ് എഴുതിയെങ്കിൽ ഈ വർഷം 14 ലക്ഷം ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ദർ ഇസ് എ 3 lakh ഡിഫറൻസ്. ഓക്കെ, ഓരോ പെർസെന്റേജിന് ഒരു 3000 ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഏകദേശം ഒരു 10%-ന് ഒരു 90% ആകുമ്പോഴേക്ക് കഴിഞ്ഞ വർഷത്തേക്കാണ് ഒരു 30,000 റാങ്കിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി വെരി ഹ്യൂജ്. അപ്പൊ പെർസെന്റേജ് മാത്രം നോക്കിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. 2 റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജോസയുടെ വെബ്സൈറ്റിൽ പോകുക. അപ്പൊ ജോസ ഓപ്പണിംഗ് റാങ്ക് ആൻഡ് ക്ലോസിംഗ് റാങ്ക് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ 2023 ജോസയുടെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ജോസയാണ് കൗൺസിലിംഗ് ബോഡി, ജെയുടെ കൗൺസിലിംഗ് ബോഡി അല്ലെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ജോസ എന്നുള്ളത്. അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5-6 ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാം. അതായത് OBC ആണോ, ജനറൽ ആണോ, EWS ആണോ, SC/ST ആണോ, PW ആണോ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഏത് കോഴ്സാണ് നോക്കുന്നത്, ഇനി അതിൽ എല്ലാ കോഴ്സും നിങ്ങൾ നോക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വന്ന ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ജനറൽ ആണ് എന്നുണ്ടെങ്കിൽ ജനറൽ റാങ്ക് ആണ് ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി റാങ്ക് ആയിരിക്കും ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും ഉണ്ടാവുക. അതന്നെ 6 അലോട്ട്മെന്റ്സ് ഉണ്ട്. 1 മുതൽ 6 അലോട്ട്മെന്റ് വരെ. ഓരോന്നിലും ഓരോ കോളേജിനും ഓരോ കോഴ്സിനും ആരാണ് കയറിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജോസ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡ്രൈവിംഗിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ നോക്കി നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്, സാധ്യത ഇല്ല എന്നുള്ളത് പറയാൻ സാധിക്കും. കൂടുതൽ ക്വരീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. കമന്റ് ചെയ്യാം, ഞാൻ ഒഴിവിനനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യം, സർ ഈ ബ്രാഞ്ച് എടുക്കണോ ആ ബ്രാഞ്ച് എടുക്കണോ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് EC എടുക്കണോ CS എടുക്കണോ മറ്റ്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ ലൈവായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു 1 or 2 days അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കാം. പക്ഷെ ഇപ്പൊ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. കാരണം ഇപ്പോൾ ഇതിൽ ജെയ്ക്ക് നല്ല റാങ്ക് വാങ്ങിയവർക്ക് അഡ്വാൻസ്ഡ് വരാനുണ്ട്. അപ്പൊ അഡ്വാൻസ്ഡ് കിട്ടില്ല എന്ന് വിചാരിച്ചാൽ അതിന് പഠിക്കാതിരിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഒരു ബെസ്റ്റ് അറ്റംപ്റ്റ് അഡ്വാൻസ്ഡ് ഇടുക, കീമിന് ഇടുക, കുസാറ്റിന് ഇടുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എങ്ങനെ നിങ്ങളുടെ കൗൺസിലിംഗിന് നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് മറ്റു കാണാൻ പറ്റും എന്നുള്ള. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. വേറെ എന്തെങ്കിലും ക്വരീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.